വികസന വേദിയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ചെന്നീർക്കര പഞ്ചായത്തിലെ വികസനങ്ങളെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്ക് വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വേദിയാണിത്. ഏത് തരത്തിലുള്ള വികസനമാണ് ചെന്നീർക്കര പഞ്ചായത്തിന് ആവശ്യമുള്ളത്, അത് കൃത്യമായ വികസന രൂപരേഖ തയ്യാറാക്കി ഈ ഡിസംബർ അവസാനം ചുമതലയേക്കുന്ന പുതിയ ഭരണസമിതിക്ക് അത് സമർപ്പിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ദൗത്യം. ഇവിടെ സ്പോർട്സ് വളരെയധികം ജനങ്ങൾക്കിടയിൽ താല്പര്യമുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് നല്ലൊരു സ്റ്റേഡിയം വേണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം. പ്രക്കാനം ഇടനാട് ദേവീക്ഷേത്രം മുതൽ മണ്ണിൽപ്പടി വരെ ഒരു ബണ്ട് റോഡ്, ആ ബണ്ട് റോഡിനെ ഈ ഒരു മെയിൻ റോഡുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് റോഡുകൾ പലതുമുണ്ട്. ആ ബണ്ട് റോഡുകൾ, ഈ മെയിൻ റോഡിലെ റോഡുകൾ ബന്ധിക്കപ്പെട്ടാൽ നാടിൻ്റെ തന്നെ വികസനത്തിന് ഒരു വലിയ മാതൃകയായിട്ട് മാറും. പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും സ്ഥാപനങ്ങളൊക്കെ തന്നെ തുടങ്ങണം. അതായത് സ്ത്രീകളെയൊക്കെ തന്നെ മുൻനിരയിലേക്ക് കൊണ്ടുവന്ന് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ എന്തെങ്കിലും സ്ഥാപനങ്ങൾ തുടങ്ങണം. അത് പേപ്പർ ബാഗിൻ്റെ യൂണിറ്റുകളാകാം, അല്ലെങ്കിൽ കറി പൗഡറുകളുടെ യൂണിറ്റുകളാകാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകാം. പഞ്ചായത്തിലൊരു പൊതുവായിട്ടൊരു കളിസ്ഥലം ഉണ്ടാകുക, ഒരു സ്റ്റേഡിയം ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വിഷയം തന്നെയാണ്. അത് നമ്മൾ പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽ നമ്മളത് റിപ്പോർട്ടിനകത്ത് ഉൾപ്പെടുത്തി നമുക്ക് അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കാം കൂട്ടായിട്ട്. കാർഷിക വൃത്തിക്ക് വേണ്ടിയിട്ട് ഈ റോഡ് അഭികാമ്യമാണ്. അത് തീർച്ചയായിട്ടും അതിനും പദ്ധതി നമുക്ക് വെക്കണം. കോടിക്കണക്കിന് കുടുംബിനികളെ ഒന്നിച്ചു കൂടിയിട്ട് ഈ പ്രൊജക്ട് ഇന്ത്യയിൽ നടപ്പാക്കി വരികയാണ്. ഇങ്ങനെയുള്ള പദ്ധതികൾ ഗവൺമെൻറ്റിൻ്റെ ഉപയോഗപ്പെടുത്താനായിട്ട് ഇവിടെ കൂടിയിട്ടുള്ള ഈ നാട്ടിലുള്ളവർ തന്നെ അതിന് മുൻകൈ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിയുള്ള പേപ്പർ വർക്കുകൾ അതിനെ സ്പീഡപ്പ് ചെയ്യാനൊക്കെ ഉള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മളതിന് എൻ്റെ പൂർണ്ണ പിന്തുണ നിങ്ങൾക്കുണ്ടായിരിക്കും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്തങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു നാടായിരുന്നു പ്രക്കാനം. അതുപോലെ വാഴക്കുല, പിന്നെ ഇഞ്ചി, ഇങ്ങനെയുള്ള മലച്ചരക്ക് സാധനങ്ങളും എല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു നാടായിരുന്നു. ഇന്ന് ആ പേരേ ഉള്ളൂ. അന്ന് ഇവിടുന്ന് ആലപ്പുഴയ്ക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് അന്നത്തെ കാലത്ത് 25 കാളവണ്ടി ഉണ്ടായിരുന്ന ഒരേ ഒരു നാട് പ്രക്കാനമായിരുന്നു. കാളവണ്ടിയിലായിരുന്നു അന്ന് കൊണ്ടുപോകുന്നത്. അങ്ങനെയുള്ള ഒരു നാട്ടിൽ ഇന്ന് കൃഷി എന്ന് പറയുന്ന ഒരു സംഗതിയില്ല. വ്യവസായത്തിൻ്റെ കാര്യം പറഞ്ഞു, ഒരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ ആ സംരംഭത്തെക്കുറിച്ച് ശരിയായ ക്ലാസ് എടുത്ത് അവർക്ക് ശരിയായ നിർദ്ദേശം കൊടുക്കാനുള്ള ഒരു ടീം തന്നെ വേണം. അത് സർക്കാരിൽ നിന്ന് തന്നെ വേണം. അതിന് ശരിയായ ഒരു വിപണി ഉണ്ടായിരിക്കണം. ഇപ്പോഴത്തെ ജനങ്ങളിൽ നല്ലൊരു ശതമാനത്തിനും തൊഴിലിൻ്റെ പ്രശ്നമാണ്. അവർക്ക് കൊടുക്കത്തക്കവണ്ണം തൊഴിൽ കൊടുക്കാനുള്ള പദ്ധതികളായിരിക്കണം നടക്കേണ്ടത്. തുടങ്ങുന്ന സംരംഭം പൂട്ടിക്കെട്ടാതെ പോവുകയും വേണം. വളരെ സജീവമായിട്ട് നമുക്ക് അതിൽ ഇടപെടേണ്ടതായിട്ടുണ്ട്. ജില്ലയിലെ മറ്റ് പഞ്ചായത്തുകളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഇതേ നിർദ്ദേശങ്ങൾ വരുമ്പോൾ ഒരു മാസീവായിട്ട് നമുക്കൊരു പരാതിയും അത് കേരള ഗവൺമെൻറ്റിന് കൊടുത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ് അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കൈമാറണം. അതിനുള്ള എല്ലാ വർക്കും ഞാൻ ചെയ്യാൻ തയ്യാറാണ്. അത് കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് അതിന് എങ്ങനെ നമുക്ക് അതിൽ ഇടപെടാൻ സാധിക്കും, അതിൻ്റെ ഏത് ലെവൽ വരെയും തീർച്ചയായിട്ടും പോകും. വ്യവസായ മേഖലയിലെ ട്രെയിനിങ്ങിൻ്റെ ഒരു ഡെഫിഷ്യൻസി ഉണ്ടെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അതിന് വ്യവസായ വകുപ്പിൽ നിന്ന് തന്നെ നമുക്ക് അതിനുള്ള എക്സ്പേർട്ടുകളുണ്ട്. ഇന്ന് വളരെ അപ്രതീക്ഷിതമായിട്ട് പ്രളയവും വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്നൊരു സാഹചര്യവും മറ്റുമാണ്. ഇപ്പം നീന്തൽ പരിശീലനം പരമാവധി കുട്ടികൾക്ക് കൊടുത്താൽ അത് വളരെയേറെ ഒരുപാട് കുട്ടികൾ അങ്ങനെ അത്യാഹിതം സംഭവിച്ച് മരണപ്പെടുന്നു. നീന്തൽ പരിശീലന കേന്ദ്രം, നീന്തൽ കുളം നിർമ്മാണം സ്റ്റേഡിയത്തോടനുബന്ധിച്ച് തന്നെ ഉണ്ടാവണം. ഇന്ന് മലങ്കാവ്, വാഴപ്പള്ളിക്കുഴി, ഈ ചന്ദ്രക്കര പഞ്ചായത്തിൻ്റെ മുട്ടുകൊടുക്ക പ്രദേശങ്ങളിലും അതുപോലെ തന്നെ നെല്ലിക്കുന്നുമുരിപ്പ്, മലങ്കാവ് പ്രദേശങ്ങൾ ഒക്കെ ഇന്ന് കുടിവെള്ളത്തിന് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അവിടെ കുടിവെള്ളത്തിന് ക്ഷാമം നേരിടുന്ന ആളുകൾക്ക് ഈ അനുഭവവേദ്യമായിട്ടുള്ള കുടിവെള്ളം ലഭ്യമാകുന്നതിനുള്ള പദ്ധതികൾ എത്രയും പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനുള്ള നടപടിയാണ് ഉണ്ടാവേണ്ടത്. വോളിബോളിൻ്റെ ഈറ്റില്ലമാണ് പ്രക്കാനം എന്ന് പറയുന്നത്. അതിൻ്റെ കാര്യങ്ങൾ വളരെ വോളിബോൾ വിദ്യാർത്ഥികൾക്ക് പരിശീലനം കൊടുക്കുന്ന വോളിബോൾ അക്കാഡമി ഉണ്ടായി. ഇപ്പോൾ അക്കാഡമി ശരിക്കും പറഞ്ഞ ഫലത്തിലില്ല. അക്കാഡമി ഇവിടെ തന്നെ പുനഃസ്ഥാപിക്കണം, വോളിബോൾ അക്കാഡമി. വലിയൊരു വ്യായാമ പ്രക്രിയയാണ് ഈ നീന്തൽ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തെ മൊത്തം നാഡീവ്യൂഹങ്ങൾക്ക് ചലനം സൃഷ്ടിക്കുന്ന ഒന്നാണ്. തീർച്ചയായിട്ടും നല്ലൊരു സജഷനാണ്. ഇപ്പോൾ വോളിബോൾ അക്കാദമി പോയെങ്കിൽ അതിന് പഠിക്കാൻ കുട്ടികൾ വേണം. തീർച്ചയായിട്ടും അത് നമ്മൾ കൺസിഡർ ചെയ്ത് അതിന് വേണ്ട ഫോളോ അപ്പ് ചെയ്യും. എനിക്ക് തോന്നുന്നു ലക്ഷക്കണക്കിന് രൂപ ചക്ക നമുക്ക് വേസ്റ്റായിട്ട് പോകുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഒരു ചക്ക നമ്മുടെ ഈ കുടുംബശ്രീ പോലെയുള്ള വനിതാ സംരംഭകർ വിചാരിച്ചാൽ ചെറുകിട സംരംഭങ്ങളായിട്ട് നമുക്ക് അങ്ങേയറ്റം ചെറിയ പ്രോസസ്സിംഗ് യൂണിറ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് ചക്കയിൽ നിന്നും ധാരാളം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുവാൻ നമുക്ക് സാധിക്കും. പക്ഷേ അതിനുള്ളൊരു പരിശ്രമം കൂടി ഇതിൻ്റെ നമ്മുടെ ഈ പഞ്ചായത്ത് അല്ലെങ്കിൽ ഏത് പ്രാദേശിക ഗവൺമെൻറ് ആയാലും ജില്ലയായാലും അതിനുവേണ്ടി മുൻകൈ എടുക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. നിരവധി അവസരങ്ങളുണ്ട്. പക്ഷേ അവസരങ്ങൾ വിനിയോഗിക്കേണ്ടത് ഈ ഗ്രാമത്തിലുള്ള പൊതുജനങ്ങളാണ്. അതിന് നിങ്ങൾ മുന്നോട്ട് കടന്നു വന്നെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. കോളനികളൊക്കെ കേന്ദ്രീകരിച്ചിട്ടുള്ള സ്ത്രീകൾക്കുള്ള സ്വയം തൊഴിൽ, ചേട്ടൻ പറഞ്ഞ പോലെ സ്വയം തൊഴിൽ ചെയ്ത്
ജീവിക്കാനായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ. നിങ്ങൾ അവിടെ തന്നെ കൂടണം ആൾക്കാർ. നിങ്ങൾ ഒന്നിച്ച് കുറേ പേര് കൂടിക്കഴിഞ്ഞാൽ ഞാൻ വരാൻ തയ്യാറാണ്. അതിനുള്ള എക്സ്പേർട്ടുകൾ നിങ്ങൾക്ക് ട്രെയിനിങ് തരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നല്ലൊരു ആയുർവേദ ആശുപത്രി ഇവിടെ സ്ഥാപിക്കുന്നതിന് വേണ്ട നടപടികൾ ഉണ്ടാകണം. പാടശേഖരം കെട്ടി സംരക്ഷിക്കുന്നതിന് വേണ്ട നടപടി ഉണ്ടാകും. ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ കൃഷി പുരോഗമിക്കത്തുള്ളൂ. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട നല്ല ഒരു ജനവിഭാഗം ഈ ചെന്നീർക്കര പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് നിവസിക്കുന്നുണ്ട്. ധാരാളം അഭ്യസ്തവിസ്തരായ ചെറുപ്പക്കാരും സ്ത്രീകളും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളൂടെ ഉണ്ട്. അവർക്ക് ഒരു തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ട ഒരു സംരംഭം, ഒരു വ്യവസായ സ്ഥാപനം ഇവിടെ ഉണ്ടാകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ആശുപത്രി നമ്മുടെ തന്നെ എപ്പിസോഡിൽ അതിന് വേണ്ട സംവിധാനങ്ങൾ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പാടശേഖരം, അതുപോലെ തൊഴിൽ സംരംഭം ഉണ്ടാകണം. ഈ 3 കാര്യങ്ങളാണ് അദ്ദേഹം പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഏത് തരത്തിൽ വിനിയോഗിക്കാം എന്ന് ഒന്ന് ഇരുന്ന് സംസാരിക്കേണ്ട വിഷയമാണ്. അതിൽ തീർച്ചയായിട്ടും ചേട്ടൻ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വരാം. എന്നിട്ട് അതിനുള്ള പദ്ധതി തയ്യാറാക്കാം. ഇവിടെ ഒരു പബ്ലിക് ടോയ്ലറ്റ് ഇല്ല, അത് വലിയൊരു ബുദ്ധിമുട്ടാണ് നമുക്ക്. ഇതിൻ്റെ ഫുട്പാത്ത് ഒന്ന് നന്നാക്കി തരണമെന്ന് ഒരു അപേക്ഷ കൊടുക്കാം. കാര്യം വരുന്നവരെല്ലാം ഉരുണ്ട് വീഴുക. റോഡ്, നമ്മുടെ റോഡിൻ്റെ ഇരു സൈഡും അത് കോൺക്രീറ്റ് ചെയ്യുന്ന പദ്ധതി നമുക്ക് തീർച്ചയായിട്ടും വെക്കാം. കുട്ടികളുടെ ലഹരി ഉപയോഗം എന്ന് പറയുന്നത് അതൊരു നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അവരെന്താണ് ചെയ്യുന്നത്, നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടി എങ്ങനെയാണ് കാര്യങ്ങൾ പെരുമാറുന്നത്, അവരുടെ കയ്യിൽ എന്താണുള്ളത്. പലപ്പോഴും ഞങ്ങൾ നിസ്സഹായരായി പോവുക. നമ്മുടെ കുട്ടികളാണ് നമ്മളുടെ സ്വത്ത്, അല്ലെ? നമ്മൾ ജീവിക്കുന്നതും ഒക്കെ അതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ കുട്ടികൾ ഈ വലിയ വിപത്താണ്, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അതിൻ്റെ പുറകിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. വളരെ ശക്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രവർത്തനം ആത്മാർത്ഥമായിട്ട് ഉണ്ടാകണം. ഒരു അധ്യാപികയുടെ യഥാർത്ഥത്തിലുള്ള ഒരു ആശങ്ക ഇതിൽ പറയുന്നുണ്ട്. തുറന്ന് പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് പൂർണ്ണമായ പിന്തുണ ഇവിടുത്തെ നിയമപാലകർ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പ്രത്യേക സെല്ല് രൂപീകരിച്ചിട്ടുണ്ട്. അതിനൊരു ഓഫീസറെ നിയോഗിച്ചിട്ടുണ്ട്. അതെല്ലാവരും കൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കിതെല്ലാം പുറത്തു കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാനായിട്ട് സാധിക്കും. ഒരു പശുവിനെ വളർത്തുവോ അല്ല ആടിനെ വളർത്തുവോ എന്തെങ്കിലും നമ്മൾ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ പ്രോജക്റ്റ് തുടങ്ങാനുള്ള ഒരു പരിപാടി എന്തെങ്കിലും ചെയ്യാനോ സാറിനെ കൂടെ നടക്കുമോ? കൃഷി ഉണ്ടെങ്കിൽ ചേട്ടന് ഫ്രീ ആയിട്ട് ഞാൻ ഒരു പശുവിനെ, ഒരു കാളെ ഞാൻ തരാം, നാടൻ പശുവിനെ. അതിലൂടെ ചേട്ടന് ഉയരണം. അതിനെല്ലാ പിന്തുണയും ഞാൻ ഉണ്ടാവും. മുന്നോട്ടുള്ള പ്രൊജക്റ്റുകൾ എങ്ങനെ ഉണ്ടാക്കണം, ആ പ്രൊജക്റ്റ് എങ്ങനെ, അതിന് ചേട്ടൻ്റെ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകും, അതിനൊക്കെ തീർച്ചയായിട്ടും. പിന്നെ ഈ അവസരം അതിന് വിനിയോഗിക്കുന്നില്ലെങ്കിലും പിന്നീട് ചേട്ടൻ ഏത് സമയവും എന്നെ സമീപിക്കാം. എൻ്റെ അടുത്ത് ഏത് സമയവും വരികയും ചെയ്യാം. പൂർണ്ണ പിന്തുണ ചേട്ടനുണ്ടാവും. ഒരു 7-8 വർഷമായിട്ട് ഫിഷറീസിൻ്റെ വകുപ്പിൻ്റെ കീഴിൽ ഒരു നല്ല ഒരു കുളം പണിഞ്ഞിട്ടിട്ടുണ്ട്. അവിടെ ഒരു മീൻ വളർത്ത കേന്ദ്രം തന്നെ ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അത് ചേട്ടൻ്റെ ശ്രദ്ധയിലൊന്ന് പെടുത്തുകയാണ് ഞാൻ. തീർച്ചയായിട്ടും ചേട്ടൻ്റെ ആ പദ്ധതി ഞാൻ വന്ന് കാണും. നമുക്കതിന് എന്താ ചെയ്യാൻ പറ്റുന്ന പൂർണ്ണ പിന്തുണ ഉണ്ടാകും. അത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിലും പെടുത്തി അതൊരു നല്ലൊരു മീൻ വളർത്തൽ കേന്ദ്രമാക്കണം. ചെന്നീർക്കര പഞ്ചായത്ത് വികസന വേദിയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.